വിശ്വാമിത്രൻ എന്നു പേരായ വലിയ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വലിയ ഒരു തപസ് ചെയ്യാൻ ആരംഭിച്ചു. ദേവകളൊക്കെ ആകെ പരിഭ്രാന്തരായി. പണ്ട് രാജാവായിരുന്ന വ്യക്തിയാണ് വിശ്വാമിത്രൻ. അദ്ദേഹം ബ്രാഹ്മണ്യം കിട്ടാനായിട്ടാണ് തപസ് ചെയ്തത്. ഇനി തപസ് ചെയ്താൽ അദ്ദേഹത്തിന് ഇന്ദ്രപദവി കൊടുക്കേണ്ടി വരും. ദേവേന്ദ്രൻ തൻ്റെ അപ്സര സുന്ദരികളിൽ ഏറ്റവും വിശ്വസ്തയായ മേനകയെ വിളിച്ചു പറയുന്നു, വിശ്വാമിത്രൻ അതിഘോരമായ തപസ് ചെയ്യുകയാണ്. ആ തപസ് മുടക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എത്രയും പെട്ടെന്ന് ആ തപസ് മുടക്കേണ്ടതുണ്ട്. മേനക പരിഭ്രാന്തയാകുന്നു. വലിയ തപശക്തിയുള്ള ആളാണ് വിശ്വാമിത്ര മഹർഷി. അദ്ദേഹം ശപിച്ച് ഭസ്മമാക്കിയാലോ? നിങ്ങളെല്ലാവരും സഹായിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇന്ദ്രന് വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കാം എന്ന് മേനക പറയുന്നു. അപ്രകാരം അതീവ സുന്ദരിയായ മേനക വിശ്വാമിത്രൻ തപസ് ചെയ്യുന്ന ആ ആശ്രമത്തിൽ ചെന്ന് തൻ്റെ മനോഹരമായ നൃത്തം ആരംഭിക്കുന്നു. ഒപ്പം കാമദേവൻ വിശ്വാമിത്രനിൽ മേനകയിൽ അനുരാഗമുണ്ടാക്കാനുള്ള അസ്ത്രവും പ്രയോഗിക്കുന്നു. അങ്ങനെ വിശ്വാമിത്രൻ മേനകയിൽ അനുരുക്തനാവുന്നു. തൻ്റെ തപസ്സിനെക്കുറിച്ചും തൻ്റെ സിദ്ധികളെക്കുറിച്ചും മറന്ന് അദ്ദേഹം മേനകയോടൊത്തുള്ള ജീവിതം ആരംഭിക്കുന്നു. ഏറെ നാൾ കഴിയുന്നതിന് മുൻപ് മേനക സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നു. വിശ്വാമിത്രന് ബോധോദയം ഉണ്ടാകുന്നു. തൻ്റെ തപസ്സും തൻ്റെ സിദ്ധികളുമെല്ലാം നഷ്ടം വന്നിരിക്കുന്നു. അതിനാൽ വീണ്ടും തപസ് ചെയ്യാനായി പോവുക തന്നെ എന്ന് ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം മേനകയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് യാത്രയാകുന്നു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ മേനകയും ആ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ആ കുട്ടിയെ ശകുന്തങ്ങൾ വളർത്തുന്നു. കണ്ണു മഹർഷി വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കുട്ടിയെ കാണുകയും അവളെ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ ശകുന്തങ്ങളാൽ പരിപാലിക്കപ്പെട്ട ആ കുട്ടിക്ക് അദ്ദേഹം ശകുന്തള എന്ന പേര് നൽകുകയും തൻ്റെ മകളായി വളർത്തുകയും ചെയ്യുന്നു.